ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക അലമാര തുറന്ന് തോക്കെടുക്കുന്നത് ഋതിക കാണുന്നുണ്ട്. ദൈവമേ, ഈ അമ്മായി ആരെ കൊല്ലാനാ തോക്കെടുക്കുന്നത്? ഇനി അച്ഛനെയെങ്ങാനും കൊല്ലാനാണോ? പെട്ടെന്ന് ഋതികയോടെ മറിഞ്ഞു നിന്ന് നോക്കുവാണ്. അംബിക എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ആ തോക്കെടുത്ത് അവിടെ ബാഗിലോട്ട് വെച്ചിട്ട് പുറത്തു വന്ന് പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുകയാണ്. ഋതിക അതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് രാജുവിനെ വിളിക്കുവാണ്. രാജുവിനെ വിളിച്ച് ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് പറയുവാണ്. രാജു അതൊക്കെ കേട്ടിട്ട് പറയുന്നു, ഋതിക മേഡം വിഷമിക്കാതെ, ഞാൻ എളുപ്പം തന്നെ അവിടെ എത്താം, എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ എന്നിങ്ങനെ പറയുന്നു. വേണുവേട്ടൻ കണ്ടിട്ട് ചോദിക്കുന്നു, എടാ എന്താടാ കാര്യം? അച്ഛാ, ഒരു പ്രശ്നമുണ്ട്, അത് എന്നോട് പറയടാ അച്ഛാ, അത് ഞാൻ പോയിട്ട് വന്ന് പറയാം എന്നും പറഞ്ഞ് പെട്ടെന്ന് രാജു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുകയാണ്. രാധമ്മ പുറകെ ചായയും കൊണ്ട് വരുന്നുണ്ട്. മോനെ രാജു, ഈ ചായ കുടിച്ചിട്ട് പോടാ എന്നൊന്നും പറഞ്ഞിട്ട് രാജു തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. വേണുവേട്ടൻ പറയുന്നത്, അതെ, ഋതിക മേഡത്തിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു, എന്തുവാന്നറിയില്ല, എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു, അതാ അവൻ പോയത്. ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഇനി അവൻ തിരിച്ചു വന്ന കാര്യങ്ങൾ പറയുന്നത് വരെ വെപ്രാളമാണ്. അതെങ്ങനെയാ? മാതാപിതാക്കളുടെ വിഷമമല്ലോ മക്കൾക്കറിയാവോ? അതറിയണമെങ്കിലേ അവരും എന്നെങ്കിലും അച്ഛനും അമ്മയൊക്കെ ആകണം. വേണുവേട്ടൻ വിഷമിക്കാതെ, നമ്മുടെ മോൻ ഇപ്പോഴിങ്ങ് വരും, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കും. എന്നാലും മനസ്സിനൊരു സമാധാനമില്ലരാതെ, ഒരു മരുമോനുള്ളതോ ആരെങ്കിലും ഇത്തിരി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ സ്വന്തം തള്ളയെ പോലും അവൻ വിൽക്കും. രാജു ഋതികയും വിളിച്ചുകൊണ്ട് അവരിങ്ങനെ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അംബിക മേഡത്തിൻ്റെ കാർ എവിടാന്ന് നോക്കിക്കൊണ്ട്. അയ്യോ രാജു, കാണുന്നില്ലല്ലോ, അമ്മായി ഈ വഴിക്കോടാണല്ലോ പോയത്, പിന്നെ ഇത് എങ്ങോട്ട് പോയി? മേഡം ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക, നമുക്ക് നോക്കാം. അങ്ങനെ നോക്കി വരുമ്പോൾ അംബികയുടെ കാർ അവർ കാണുന്നുണ്ട്. അതോ രാജു, അമ്മായിയുടെ കാറ്, നമുക്ക് ആ കാറിനെ ഫോളോ ചെയ്ത് തന്നെ പോകാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അംബികയുടെ കാറിനെ ഫോളോ ചെയ്യുവാണ്. അംബികയാണെങ്കിൽ ഇടവും വലവും നോക്കാതെ വെച്ച് സ്പീഡിൽ പോവുകയാണ്. ആർക്കോ പണി കൊടുക്കാനുള്ള പോക്കാണ്. അവളുടെ മുഖം കണ്ടാലേ അത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അംബികയുടെ കാറ് ഒരാളൊഴിഞ്ഞ ബംഗ്ലാവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുവാണ്. രാജുവും ഋതികയും അംബികയെ പിന്തുടർന്ന് വരുന്നുണ്ട്. അംബിക കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് ഋതികയും രാജുവും അവിടെ മറഞ്ഞു നിൽക്കുവാണ്. അടച്ചിട്ടിരുന്ന ഒരു ഇരുട്ട് മുറി അംബിക അങ്ങോട്ട് തുറക്കുവാണ്. അതിലൊരു മനുഷ്യനെ കയ്യും കാലും ചങ്ങലക്കിട്ട് പൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ആ അംബിക കതവ് തുറക്കുന്ന ആ വെളിച്ചത്തിൽ അയാൾക്ക് ആ വെളിച്ചം ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ കൈകൊണ്ട് കണ്ണിങ്ങനെ പൊത്തുവാണ്. പാപം, ഒരുപാട് നാളുകൊണ്ട് ആ ഇരുട്ട് മുറിയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കയ്യും കാലും എല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുവാണ്. ശാരീരികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ വെളിച്ചം മുഖത്തോട്ട് തട്ടുമ്പോൾ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുന്നത് കണ്ട് അംബികയ്ക്ക് അങ്ങ് സന്തോഷമാണ്. അവളങ്ങ് ചിരിക്കുവാണ്. രാജുവും ഋതികയും ആ മുറിയുടെ പുറത്ത് വന്നു കഴിഞ്ഞ് അവരാ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അംബിക ആ മനുഷ്യനോട് ചോദിക്കുന്നു, ജഗന്നാഥ, തനിക്ക് സുഖം തന്നെയല്ലയോ? അംബികയെ കണ്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു പേടിയും മുഖത്ത് തോന്നുന്നില്ല. അംബിക അത് കണ്ടിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നു, ഇത്രയൊക്കെ ആയിട്ടും നിനക്കൊരു പേടിയില്ലല്ലോടാ, അതാ എനിക്ക് അതിശയം. നിൻ്റെ കൂസലില്ലാത്ത ഒരു ചിരിയുണ്ടല്ലോ, ഇത് കാണുമ്പോഴാടാ എനിക്ക് ദേഷ്യം വരുന്നത്. അത് കേട്ടിട്ട് ആ ജഗന്നാഥൻ ചിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് കലിയടങ്ങാതെ പെട്ടെന്ന് അംബിക ബാഗിലിരിക്കുന്ന റിവോൾവർ എടുത്ത് അയാളുടെ തലയ്ക്ക് നേരെ ഇങ്ങനെ ചൂണ്ടുവാണ്. ഒട്ടും പേടിയില്ലാതെ ദേഷ്യത്തോടെ ജഗന്നാഥൻ പറയുന്നുണ്ട്, കൊല്ലടി നീ എന്നെ, ഞാൻ ആഗ്രഹിക്കുന്നു അതുതന്നെയാ. തോക്ക് ചൂണ്ടി പേടിപ്പിക്കാമെന്നായിരുന്നു അംബികയുടെ ധാരണ. പക്ഷേ പുള്ളിക്കാരന് യാതൊരു കൂസലുമില്ലെന്ന് മനസ്സിലായപ്പോൾ അംബിക പെട്ടെന്നങ്ങ് ചിരിക്കുവാണ്. ആഹാ, അപ്പം നീ മരണത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ലേ? അങ്ങനെ നീ മരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ നിന്നെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് കൊല്ലുന്നില്ലടാ. നിന്റെ ആഗ്രഹം അങ്ങനെ തൽക്കാലം നടപ്പാക്കണ്ട. നിന്നെ എനിക്ക് ഇനിയും വേണം. നിന്നെ ഇതിനകത്തിട്ട് എനിക്ക് കൊല്ലാതെ കൊല്ലണം. ഋതികയും രാജു ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുവാണ്. ജഗന്നാഥൻ ദേഷ്യത്തിൽ വിറച്ച് പറയുവാണ്, നീ എന്നെ ഇവിടെ ഇട്ടിനി എത്ര കൊല്ലാക്കൊല ചെയ്താലും നിനക്കുള്ള ശിക്ഷയിൽ ദൈവം ഇളച്ച് തരില്ലടി. നീ ചെയ്തു കൂട്ടിയ എല്ലാ ദ്രോഹങ്ങളും ഒരിക്കൽ പുറത്തു വരും, നീ അത് നോക്കിക്കോ. മിണ്ടാതിരിക്കടാ, നീ എൻ്റെ നേരെ ഒച്ചയെടുക്കുന്നോ? നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ പ്രധാനപ്പെട്ട ഒരു വിശേഷം നിന്നോട് പറയാനാ. പ്രതാപനെ അവൻ്റെ മോട മുഖത്ത് നോക്കി പറഞ്ഞു, നീ എൻ്റെ മകളല്ലെന്ന്. ഞാനേ അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാ. അങ്ങനെയൊക്കെ അവനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. എന്ത് ചെയ്യാനാ, ഞാൻ പറയുന്നതേ അവൻ അനുസരിക്കത്തുള്ളൂ. ഞാനൊന്നും വിരലിൽ ഞൊടിച്ചാലുണ്ടല്ലോ വാലാട്ടുന്ന വെറും ഒരു നായ അവൻ. ഋതിക ഇപ്പോൾ അവിടെ അച്ഛനെ വിളിക്കുന്നത് എന്താണെന്ന് എനിക്കറിയണോ? സാറേന്ന്. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. പ്രതാപനെ അവൻ്റെ മോളെ അടിച്ച് പുറത്താക്കും. അവനെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കും. നിർത്തടി, എന്തു പറഞ്ഞടി എന്നും പറഞ്ഞ് ജഗന്നാഥൻ അംബികയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ്.
കൊല്ലുവടി ഇന്ന് നിന്നെ ഞാൻ എന്നും പറഞ്ഞ അയാൾ കഴുത്തെ പിടിച്ച് ഞെരിക്കുമ്പോൾ അംബിക അയാളെ പിടിച്ച് വലിച്ച് മാറ്റിയിട്ട് ശരിക്കും തലങ്ങും മെലങ്ങും ഇട്ട് അടിക്കുവാണ്. ഒരു മനസാക്ഷിയില്ലാതെ മൃഗത്തെപ്പോലെ അയാളെ ഇട്ട് തല്ലുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ രാജു പറയുന്നു, മേഡം ഇനി നിൽക്കണ്ട വാ എന്നും പറഞ്ഞ് ഹൃദയം കൊണ്ട് പോയി പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ ശബ്ദം അംബിക കേൾക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ, ഇത് അവനും അവളും ആണല്ലോ, ഇത് രാജുവും ഹൃദയം തന്നെയാണ് എന്നവൾക്ക് മനസ്സിലായി. ഉടനെ അംബിക അവളുടെ ശിങ്കടികളായ 2 ഗുണ്ടകളെ വിളിക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, ഇങ്ങനെ രാജുവും ഹൃദയം അതുവഴി വരുന്നുണ്ട്, അവരെ വിടരുത്, കൊന്നു കളഞ്ഞേക്കെന്നൊക്കെയാണ് പറയുന്നത്. അംബികയുടെ ആ വാക്ക് കേട്ടതും ഗുണ്ടകൾ പെട്ടെന്ന് ബൈക്കെടുത്തോണ്ട് രാജുവിനെയും ഹൃദയം നോക്കി പോവാണ്. രാജുവും ഹൃദയം ഇങ്ങനെ സ്പീഡിൽ പോവാണ്. ആ ഗുണ്ടകൾ അവരെ കണ്ട് ഹൃതിക രാജുവിനോട് പറയുന്നു, രാജു നമ്മളെ ഫോളോ ചെയ്ത് ഒരുത്തർ വരുന്നുണ്ട്, ഗുണ്ടകളാണെന്ന് തോന്നുന്നു. രാജുവും പറഞ്ഞു, ഞാനും കണ്ട് ഹൃതിക മേഡം പേടിക്കണ്ട. അയ്യോ രാജു ഇവിടങ്ങും ആരുമില്ല, നമ്മൾ എന്ത് ചെയ്യും? ഗുണ്ടകൾ അവരുടെ അടുത്ത് എത്താറായി. നിൽക്കടാ അവിടെ എന്നിങ്ങനെ ഒച്ച വച്ചിട്ടാണ് അവർ വരുന്നത്. രാജു സ്പീഡിൽ പോ എന്നിങ്ങനെ ഹൃതിക പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. രാജു ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് വന്ന് വേറൊരു വഴിക്കോട്ടങ്ങ് തിരിയുവാണ്. ഗുണ്ടകൾ വന്ന് നോക്കുമ്പോൾ ഏത് വഴിക്കാണ് ഇവർ പോയതെന്ന് മനസ്സിലാകാതെ അവർ വേറൊരു വഴിക്ക് തിരിഞ്ഞു പോവുകയാണ്. ഒരന്തവും കുന്തവും ഒന്നുമില്ലാതെ രാജു മുന്നിൽ കണ്ട റോഡിൽ കൂടെ വെച്ച് പാഞ്ഞു പോവാണ്. അയ്യോ രാജു, നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കും അറിയില്ല മേഡം, പക്ഷേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. തിരിച്ച് ആ വഴിക്ക് ചെന്നാലേ അവന്മാരവിടെ കാത്തു നിൽക്കും, നമ്മളെ പിടിക്കും. ഏതായാലും മുന്നോട്ട് പോയി നോക്കാം എന്നും പറഞ്ഞ് അവർ മുന്നോട്ട് പോവുകയാണ്. രാജുവിനെയും ഹൃതികയും കാണാഞ്ഞിട്ട് ഗുണ്ടകൾ അംബികയ്ക്ക് ഫോൺ ചെയ്ത് പറയുന്നു, അവർ 2 പേരുണ്ടായിരുന്നു, അവരെത്രയെങ്കിലും ആയിക്കോട്ടെടാ, അതൊന്നും എനിക്കറിയണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ കണ്ട് കൊന്നു കളഞ്ഞേക്കണം, എന്നിട്ട് നീയൊക്കെ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അംബിക അവിടെ കിടന്ന് ചാടുവാണ്. രാജുവും ഹൃതിക അങ്ങനെ മുന്നോട്ട് പോകും തോറും അവർക്ക് പേടിയായി. പെട്ടെന്ന് അവർ വണ്ടി നിർത്തുവാണ്. അയ്യോ, ഒരു മനുഷ്യജീവിയെ പോലും കാണുന്നില്ലല്ലോ മേഡം, ഇത് കൊടുങ്കാടല്ലേ, പിന്നെ എങ്ങനെ ഇതിൽ മനുഷ്യജീവിയെ കാണാനാ രാജു? അങ്ങനെ അവിടെ നിന്ന് അവർ 2 പേരും വിഷമിക്കുകയാണ്. അപ്പോൾ കുന്നിൻ്റെ മുകളിലായിട്ടൊരു ബംഗ്ലാവ് കാണുന്നുണ്ട്. അങ്ങോട്ട് നോക്കിക്കോ രാജു, അതോ അവിടെ ഒരു വീട്. രാജു നോക്കിയിട്ട് പറയുന്നു, അതൊരു ഫോറസ്റ്റ് ബംഗ്ലാവാണല്ലോ മേഡം. ഹൃതികയ്ക്കാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആകാഞ്ഞ് വയ്യ. അവൾ രാജുവിനോട് പറയാം, രാജു എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് ഫ്രഷ് ആകണമല്ലോ. അപ്പോൾ രാജു പറയുന്നു, ഇതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ്, ബാ നമുക്ക് ഏതായാലും അവിടെ പോയി ഒന്ന് ഫ്രഷ് ആകാം. ഏതായാലും ആ ഗുണ്ടകൾക്ക് നമ്മ ഇനി കിട്ടാൻ പോകുന്നില്ല, പക്ഷേ നമ്മൾ തിരികെ പോയാൽ നമ്മളെ അവർ പിടിക്കും എന്നൊക്കെ രാജു പറയുന്നുണ്ട്. പക്ഷേ ഇനിയും മുന്നോട്ട് പോയാൽ ഇനിയും വലിയ കൊടുങ്കാടാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാജു, നമുക്ക് 2ഉം കൽപ്പിച്ച് ഈ റിസോർട്ടിലോട്ടൊക്കെ പോകാം. ഇനി അല്ലെങ്കിലും അതേ മാർഗ്ഗമുള്ളൂ മേഡം. മേഡത്തിന് പേടിയുണ്ടോ? രാജു, ഞാൻ എത്ര പ്രാവശ്യം രാജുവിനോട് പറഞ്ഞിട്ടുണ്ട്, രാജു എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ലെന്ന്. അങ്ങനെ അവർ ആ ബ്രിട്ടീഷ് ബംഗ്ലാവിലോട്ട് പോവുകയാണ്. 2 റിസപ്ഷനിസ്റ്റുകൾ അവിടെ ഉണ്ട്. അവർ 2 തമാശക്കാരാണെന്ന് തോന്നുന്നു. ഒരു ഭാര്യയും ഭർത്താവും വന്ന റൂമൊക്കെ അവരോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ ശരിക്കും ഭാര്യയും ഭർത്താവും തന്നെയാണോ, നിങ്ങൾ അഥവാ ഓടി വന്നതാണോ എന്നൊക്കെ അതിലൊരാൾ ചോദിക്കുന്നുണ്ട്. ആ ഭാര്യയും ഭർത്താവും അങ്ങനെ ആ റൂമിൻ്റെ കീയൊക്കെ കൊണ്ട് പോകുമ്പോൾ ആ റിസപ്ഷനിൽ നിൽക്കുന്ന വയസ്സായ ആൾ പറയുന്നു, എനിക്കിവരെ കണ്ടിട്ട് അത്രയ്ക്ക് വിശ്വാസം തോന്നുന്നില്ല. ഈ ഉടായ്പ പണിയായിട്ട് വരുന്ന ഒരുത്തർക്കും റൂം കൊടുത്തേക്കരുത് സാറേ, ഇവർ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നതായിരുന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് ഹൃതികയും രാജു അങ്ങോട്ട് കയറി ചെല്ലുന്നത്. രാജു വന്നിട്ട് ചോദിക്കുന്നു, ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ, നിങ്ങളുടെ ഓർഡർ എന്താണോ അതനുസരിച്ച് ഞങ്ങൾ ഫുഡ് കൊടുക്കും. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആകുകയും വേണം, ഫുഡും കഴിക്കണം. ഫ്രഷ് ആകണമെങ്കിലേ ഇത് ഫോറസ്റ്റ് ബംഗ്ലാവാ, ഇവിടെ റൂം എടുക്കണം, എന്നെങ്കിലേ അതിന് പറ്റത്തുള്ളൂ. എന്താ നിങ്ങൾ കേട്ടിട്ടില്ലേ, മയിലാടുംതുറ അരുവിക്കര ഫോറസ്റ്റ് ബംഗ്ലാവ്? അതിനെന്താ, ഞങ്ങൾ റൂം എടുക്കാം എന്നിങ്ങനെ ഹൃതിക പറയുവാണ്. പെട്ടെന്ന് രാജു ഹൃതികയെ ഒന്ന് നോക്കുന്നുണ്ട്. നിങ്ങളിങ്ങോട്ട് വന്ന് റൂം വേണമെന്നൊക്കെ പറഞ്ഞാലേ അങ്ങനെയൊന്നും ഉടനെ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങൾ കല്യാണം കഴിച്ചതാണോ എന്നൊക്കെ ഞങ്ങൾക്കറിയണം. അയ്യോ, ഞങ്ങൾ വിവാഹം കഴിച്ചവരാണ്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടേ 1 മാസമേ ആയുള്ളൂ എന്നൊക്കെ ഹൃതിക പറയുവാണ്. അത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? അതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഞങ്ങൾ തന്നെയാണ് തെളിവ്, അല്ലാതെ വിവാഹ സർട്ടിഫിക്കറ്റ് കൊണ്ടൊക്കെ നടക്കാൻ പറ്റുമോ? വിവാഹം കഴിഞ്ഞതാണെന്ന് കുട്ടി മാത്രം അങ്ങ് പറഞ്ഞാൽ മതിയോ? ഞങ്ങൾക്കൂടെ വിശ്വാസം വരണ്ടേ? കൊച്ചിൻ്റെ കഴുത്തിൽ താലിമാല ഇല്ലല്ലോ, താലിമാല എവിടെ? താലിമാലയോ എന്നും പറഞ്ഞ് പെട്ടെന്ന് ഹൃതിക ബാഗ് തുറന്ന് താലിമാല എടുത്ത് കാണിക്കുവാണ്. അത് കണ്ട് രാജു അങ്ങ് ഞെട്ടുവാണ്. ഈ താലിമാലയും കൊണ്ടാണോ ഈ ഹൃതിക മേഡം നടക്കുന്നത്? മോളെന്താ താലിമാല ബാഗിലിട്ടുകൊണ്ടാണോ നടക്കുന്നത്? അതെ, ഫോറസ്റ്റ് ഏരിയ കൂടെ അല്ലേ ഞങ്ങൾ വരുന്നത്, പേടിയായിട്ടേ താലിമാല ഊരി ഞാൻ എൻ്റെ ബാഗിലിട്ടതാ.
ആ വയസ്സായ ആൾക്ക് ഭയങ്കര സംശയം. അല്ല, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആണോ? അതെന്താ അങ്കിളെ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ കൂടെ നിന്ന റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട്, അതെ ഈ സാറിന് 2 പെൺമക്കളായിരുന്നു, അവർ രണ്ടുപേരും ലവ് മാരേജ് ചെയ്ത് ഓടിപ്പോയി കളഞ്ഞ്. അതിൻ്റെ ദേഷ്യം കൊണ്ട് നടക്കുമോ പുള്ളിക്കാരൻ. അതുകൊണ്ട് ലവ് മാരേജ് എന്ന് കേട്ടാൽ എനിക്ക് ദേഷ്യം വരും. അയ്യോ അങ്കിളെ, ഞങ്ങളുടെ ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഹൃതിക രാജുവിൻ്റെ കയ്യെ കയറി കെട്ടിപ്പിടിച്ചിട്ട് പറയാ, ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ നടത്തിയതാണ് ഞങ്ങളുടെ വിവാഹം. അങ്ങനെ തന്നെ വേണം മക്കളെ, അല്ലാതെ തന്തേം തള്ളേം ചതിച്ചിട്ടല്ല കല്യാണം നടത്തേണ്ടത്. നിങ്ങൾ നല്ല കുട്ടികളാ. ചാക്കോ മാത്തീസേ, പെട്ടെന്ന് കുട്ടികൾക്ക് ചാക്കോലെടുത്ത് കൊടുക്ക്. അങ്ങനെ ആ പാവ മനുഷ്യനെ പറ്റിച്ചിട്ട് ഹൃതികയും രാജുവും റൂമൊക്കെ എടുത്ത് ഫ്രഷായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എന്താ തണുപ്പ് അല്ലേ രാജു? അതെ, പുറത്ത് കോടമഞ്ഞ് പെയ്യുവാണ്, അതുകൊണ്ടാണ് മേഡം ഇത്രയും തണുപ്പ്. ഇത് ഫോറസ്റ്റ് ഏരിയ അല്ലയോ? അപ്പോൾ രാജു, ഇവിടെ ഒരുപാട് ആനിമൽസൊക്കെ കാണുമില്ലേ? ആനയും സിംഹവും കരടിയും പോത്തുമൊക്കെ. പിന്നെ ഇല്ലേ, ഇവിടെ ആനിമൽസിൻ്റെ ബഹളമല്ലേ മേഡം? എന്താ ചോദിച്ചത്? മേഡത്തിന് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? അതും എൻ്റെ രാജു കൂടെ ഉള്ളപ്പോൾ. എൻ്റെ രാജു എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഈ ലോകത്ത് എനിക്ക് ഒന്നിനെയും പേടിയില്ല. അത് കേട്ടിട്ട് രാജു ചിരിച്ചുകൊണ്ട് പറയുക, മേഡത്തിൻ്റെ ബോഡി ഗാർഡ് ആകാനല്ലയോ ഈ രാജുവിനെ ദൈവം ഭൂമിയിലോട്ട് സൃഷ്ടിച്ചു വിട്ടത്? അല്ല മേഡം, ഞാനൊന്ന് ചോദിക്കട്ടെ, പെട്ടെന്ന് മേഡം ആ താലിമാല എങ്ങനെ എടുത്തു? അത് രാജു, എൻ്റെ കഴുത്തിൽ കിടന്ന താലിമാലയില്ലേ, രാജു എന്നെ വിവാഹം കഴിച്ചില്ലെന്ന് അന്ന് പറഞ്ഞില്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, അന്ന് ഞാൻ ആ താലിമാല ഊരിയതാണ്. ഹൃതിക സങ്കടത്തോടെ പറയുക, കഴിഞ്ഞുപോയ ആ ദിവസത്തിൻ്റെ ഓർമ്മ. രാജു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും ഈ താലി ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെക്കും. രാജുവിൻ്റെ കണ്ണിലോട്ട് നോക്കി സങ്കടത്തോടെ ഹൃതിക പറയുക, എൻ്റെ കയ്യിൽ മാത്രമല്ല രാജു, എൻ്റെ മനസ്സിലാണ് ഞാനത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃതികയുടെ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് രാജു പറയുക, മേഡം ഇങ്ങനെ ഇമോഷണൽ ആകല്ലേ, മേഡത്തിൻ്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ ഉള്ളു പെടയും. മേഡം എന്തായാലും ആ താലി സൂക്ഷിച്ചു വെച്ചിരുന്നത് നന്നായി, അതുകൊണ്ട് നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടല്ലോ. അല്ല മേഡം, നമ്മളിങ്ങനെ രാത്രി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് മടങ്ങിയാലോ? അതിനെങ്ങനെ രാജു രാത്രി കാട്ടിക്കൂടെ പോകുന്നത്? കാട്ടുപോത്തും മൃഗങ്ങളും ഒക്കെ കാണില്ലേ? ആഹാ, അത് കൊള്ളാമല്ലോ. മേഡം അല്ലേ ഇപ്പം പറഞ്ഞത് രാജു കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നിനെയും പേടിയില്ലെന്ന്? അത് ശരിയാ രാജു, പക്ഷേ കടുവയ്ക്കും കാട്ടുപോത്തിനും ഒന്നും രാജുവിനെ പരിചയമില്ലല്ലോ. ഈ കൊടുങ്കാട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനൊരു മാർഗം? അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ മേഡം? ആ വിളിക്ക് രാജു. അങ്ങനെ രാജു വേണുവേട്ടനെ വിളിക്കുവാണ്. ആ നീ എവിടാടാ? അച്ഛാ, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസായിട്ട് ഞാൻ പിന്നെ പറയാം. ഞാനും മേഡവും കൂടെ രാവേശത്തിന് വേണ്ടി ഇവിടം വരെ വന്നിരിക്കുവാണ്. നീ ഇപ്പോൾ എവിടാ? അച്ഛാ, അത് മയിലാടുംപാറ അരുവിക്കര ഫോറസ്റ്റ്. അയ്യോ എൻ്റെ പൊന്നു മോനെ, രാത്രിയിൽ അതുവഴി കൂടെ അങ്ങ് പോവല്ലേ, വളരെ അപകടം പിടിച്ച സ്ഥലമാണത്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവും ഹൃതികയും ആ ഫോറസ്റ്റ് ബംഗ്ലാവിൽ നിന്ന് രാത്രിയിൽ താമസിക്കുമ്പോൾ അവരുടെ പ്രണയം ഒരു പക്ഷേ പൂവണിഞ്ഞേക്കാം. അതിനുശേഷം ആ ബംഗ്ലാവിൽ അംബിക അടച്ചു വച്ചിരിക്കുന്ന ജഗന്നാഥൻ ആരാണെന്നും അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്നുള്ള റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.